KPCC ആസ്ഥാനത്ത് നിന്ന് ബി ദിലീപ് കുമാർ കൂടി ചേരുകയാണ്. ദിലീപ്, തിരക്കിട്ട ചർച്ചകൾ നടക്കുന്ന മണിക്കൂറാണിത്. ഇന്ന് തന്നെ പേരുകൾ അന്തിമമായി തീരുമാനിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾക്കൊക്കെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കിട്ടുന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. മറ്റ് ചർച്ചകൾ എങ്ങനെയാണ് തുടരുന്നത് ദിലീപ്? ഇനിയും ഘടകകക്ഷികളുമായുള്ള അനുനയം ബാക്കി നിൽക്കുകയാണല്ലോ. പ്രത്യേകിച്ച് മാണി സി കാപ്പനൊക്കെ VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ തന്നോട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അസിത, ഇപ്പോഴും കോൺഗ്രസിന്റെ നേതൃയോഗം തിരുവനന്തപുരത്തെ ഇന്ദിരാഭവനിൽ തുടരുകയാണ്. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ, UDF കൺവീനർ അടൂർ പ്രകാശ്, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ യോഗത്തിൽ മന്ത്രിമാരെ സംബന്ധിച്ച്, വകുപ്പുകളെ സംബന്ധിച്ചുള്ള ധാരണയാകും. ഇന്നു തന്നെ ഈ മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും പ്രഖ്യാപനം നടത്തുന്നതിനുള്ള തീരുമാനത്തിലേക്കാണ്, ആലോചനയാണ് ഇപ്പോൾ KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ അവസാന നിമിഷം ഉണ്ടായിട്ടുള്ള ചില നേരിയ ആശയക്കുഴപ്പങ്ങൾ, അത് ചാണ്ടി ഉമ്മന്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില ആശയക്കുഴപ്പങ്ങൾ അതിപ്പോൾ തുടരുകയാണ്. അതിനൊരു പരിഹാരം ഈ കൂടിയാലോചനയിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. മറ്റു മന്ത്രിമാരുടെ, മുതിർന്ന നേതാക്കളുടെ കാര്യത്തിലൊക്കെ ഇതിനകം തന്നെ മന്ത്രിമാരാകും എന്ന കാര്യത്തിൽ, ആ കാര്യത്തിലൊക്കെ ഒരു ധാരണയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന ഈ പ്രശ്നങ്ങളാണ്. അതായത് ചാണ്ടി ഉമ്മൻ മന്ത്രിയാകണമോ എന്നത് സംബന്ധിച്ച്, അതോടൊപ്പം IC ബാലകൃഷ്ണനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമോ എന്നത് സംബന്ധിച്ച്, T സിദ്ദിഖിന്റെ കാര്യത്തിൽ, ഇത്തരം ചില കാര്യങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായും ചില നേരിയ തർക്കങ്ങൾ അവശേഷിക്കുന്നത്. IC ബാലകൃഷ്ണനെ മന്ത്രിയാക്കണം എന്ന ആവശ്യം അത് ശക്തമായി തന്നെ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നുണ്ട്. അൻവർ സാദത്തിനെ മന്ത്രിയാക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നുണ്ട്. അൻവർ സാദത്തിനെ മന്ത്രിയാക്കുകയാണെങ്കിൽ കോൺഗ്രസിലെ ഈ മന്ത്രിമാരുടെ സംബന്ധിച്ച സാമുദായിക സന്തുലനത്തിൽ വ്യത്യാസം വരും. കാരണം T സിദ്ദിഖിനെയും കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമോ, ഷാനിമോൾ ഉസ്മാനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമോ തുടങ്ങിയ ആ തർക്കം അതിങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരാളായിരിക്കും മുസ്ലിം സമുദായത്തിൽ നിന്ന്, സാധാരണഗതിയിൽ ഇവരാരും സമുദായത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നേതാക്കളല്ല, അവരെല്ലാവരും കോൺഗ്രസ് നേതാക്കളാണ്, കേരളത്തിലെ ജനകീയ നേതാക്കളാണ്. പക്ഷേ UDF ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ, കോൺഗ്രസ് ഒരു മന്ത്രിസഭയിൽ നിർണായകമായ പങ്കാളിത്തമുള്ളപ്പോൾ, കോൺഗ്രസിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച് ഈ സാമുദായിക കാര്യങ്ങളൊക്കെ അത് പരിശോധിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യം പറയാതെ വയ്യ. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു മന്ത്രിയാകും ഉണ്ടാവുക. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ടാകും എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. ആ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് കോൺഗ്രസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. അത് ഈ ചർച്ചയിൽ ഒരുപക്ഷെ ധാരണയാകുന്നതിനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊന്ന്, പട്ടികവർഗ വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി വേണമോ എന്നത് സംബന്ധിച്ചാണ്. AP അനിൽകുമാർ ഏതായാലും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹം മന്ത്രിയാകും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഈ നിലയിലുള്ള അതിന്റെ സാമുദായിക സമവാക്യങ്ങളൊന്നും പരിശോധിച്ചല്ല. KC വേണുഗോപാലിന്റെ വിശ്വസ്തൻ എന്ന നിലയിൽ, കേരളത്തിലെ കോൺഗ്രസിന്റെ നേരത്തെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലൊക്കെ അത് AP അനിൽകുമാറിന് സംഘടനാ കാര്യങ്ങളുടെ ചുമതല ഉണ്ടായിരുന്ന നേതാവെന്നത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ നിലയിൽ AP അനിൽകുമാറിനെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി, അത് നേരത്തെ 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ജയലക്ഷ്മി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് മന്ത്രിയായിട്ടുണ്ട്. തുടർന്ന് പിണറായി സർക്കാരിൽ OR കേളു മന്ത്രിയായിട്ടുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് IC ബാലകൃഷ്ണനെ മന്ത്രിയാക്കണം എന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തലയുള്ളത്. അങ്ങനെ IC ബാലകൃഷ്ണനെ മന്ത്രിയാക്കണമോ എന്നത് സംബന്ധിച്ച തീരുമാനവും ഈ നേതൃയോഗത്തിലാകും ഉണ്ടാവുക. മറ്റു കാര്യങ്ങളിൽ നേരത്തെ അസിത ചോദിച്ച പോലെ ടേം വ്യവസ്ഥ, മാണി സി കാപ്പന്റെയൊക്കെ കാര്യത്തിൽ അതിൽ ഏതാണ്ടൊരു അന്തിമ ധാരണയായിട്ടുണ്ട്. മാണി സി കാപ്പനും അനൂപ് ജേക്കബിനും ടേം വ്യവസ്ഥയിൽ 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം എന്നത് സംബന്ധിച്ച് തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. അന്തിമ ധാരണ സംബന്ധിച്ച കാര്യം ഇപ്പോൾ നടക്കുന്ന ഈ കൂടിയാലോചനയിലായിരിക്കും ഉണ്ടാവുക. അസിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.